അത്യാഗ്രഹവും മണ്ടത്തരവും വളരെ അപകടകരമായിട്ടുള്ള ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടി എലമെന്റ്സ് കൂട്ടിച്ചേർക്കണം. അഴിമതി, മണ്ടത്തരം, ഉളുപ്പില്ലായ്മ, അത്യാഗ്രഹം, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൂടി ചേർന്ന ഒരു സംയുക്ത രൂപമാണ് നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് ജനുവരി 5-ാം തീയതി ഇന്നാണ് അന്തിമമായിട്ടുള്ള തീരുമാനം അറിയിക്കേണ്ടത്. രണ്ട് തരത്തിലുള്ള ഫോർമാറ്റുകൾ ലീഗ് എങ്ങനെ നടത്തണം എന്നതിനെ സംബന്ധിച്ച് ടീമുകൾക്ക് മുന്നിലേക്ക് ഇവർ വെച്ചിട്ടുണ്ട്. ഒന്ന്, 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുള്ള ഒരു ലീഗ് സെറ്റപ്പ്, അല്ലാതെ ഓരോ ടീമും പരസ്പരം ഓരോ മത്സരങ്ങൾ വീതം കളിക്കുക എന്നുള്ള സെറ്റപ്പിൽ ഒരു ലീഗ് ഫോർമാറ്റ്. ഇത് രണ്ടുമാണ് നിലവിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഫോർമാറ്റുകൾ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് നിങ്ങൾ അംഗീകരിച്ച് ഇന്ന് തന്നെ ഞങ്ങൾക്ക് അന്തിമ NOC തരണം എന്നാണ് പറയുന്നത്. അതിനോടൊപ്പം ഇവർ മറ്റു പല കാര്യങ്ങളും കൂടി ആവശ്യപ്പെടുന്നുണ്ട്. ഓപ്പറേഷണൽ കോസ്റ്റ് ആയിട്ട് ഒരു 4 കോടി രൂപ, അതായത് 4 കോടിയല്ല, ഏകദേശം 6 കോടിയോളം രൂപ വരും. ഓപ്പറേഷണൽ കോസ്റ്റിന്റെ ഒരു 40% നിങ്ങൾ ഞങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് തരണം. അതുകൂടാതെ 1 കോടി രൂപ എൻട്രി ഫീസ് ആയിട്ട് തരണം. ഇത്രയേ ഉള്ളൂ. ലീഗ് ഞങ്ങൾ നടത്തും, പക്ഷേ ആ ലീഗ് നടത്താനുള്ള ചെലവ് നിങ്ങൾ തരണം എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്കാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പോകുന്നത്. ISL ക്ലബ്ബുകൾ കൂടി ചേർന്ന് അവരൊരു കൺസോർഷ്യം ഉണ്ടാക്കി അവർ ലീഗ് നടത്താം എന്ന് തീരുമാനിച്ചപ്പം ഇവന്മാരുടെ ഡയലോഗ് അടി ഇതല്ലായിരുന്നു. ലീഗ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ ഓർഗനൈസ് ചെയ്യണം. ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ ചങ്കൂറ്റത്തോടെ പറയുന്നവന്മാർ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യും എന്ന് പറയുമ്പോൾ അതിനുള്ള ഫണ്ട് കൂടി കണ്ടെത്തണം. അല്ലാതെ ഓപ്പറേഷൻ കോസ്റ്റിന്റെ 40% നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് തരണേ എന്നൊക്കെ പറയുന്നത് കഴിവില്ലായ്മയും അഴിമതിയുടെയും അത്യാഗ്രഹത്തിന്റെയും മണ്ടത്തരത്തിന്റെ ഒപ്പം ഉളുപ്പില്ലായ്മ എന്നുകൂടി ഒരു എലമെന്റ് ആ ഒരു ഡെഡ്ലി കോമ്പിനേഷനിൽ ചേരുന്നതുകൊണ്ടാണ്. ഇവന്മാരൊക്കെ കൂടി ഇന്ത്യൻ ഫുട്ബോളിനെ തൊലച്ച് ഇനി എന്ത് തൊലയാനാ ബാക്കിയുള്ളത്?